welcome back to my channel. മലൈൻ ക്യാനിയനിൽ നിന്ന് ഏകദേശം 40 minutes ഡ്രൈവ് ആണ് അത്തബാസ്ക ഫോൾസിലേക്ക് പോകാനുള്ളത്. സോ നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷനിലും പൊതുവെ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്താണ് പോകുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ 3 ഡിഫറെൻറ്റ് മൗണ്ടെയ്ൻസിൻ്റെ ഒരു ക്ലിയർ വ്യൂ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ പുൾ ഓവർ ചെയ്ത് നിർത്താനുള്ളൊരു സ്പേസ് ഉണ്ട്. സോ ഞങ്ങൾ അങ്ങനെ നിർത്തിയെടുത്തൊരു ക്ലിപ്പാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഓരോ മൗണ്ടെയിൻ്റെ പേരും അതിൻ്റെ ഹൈറ്റും ഇവരിവിടെ ഇതുപോലത്തെ ബോർഡ്സിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് പ്ലീസ് എക്സ്ക്യൂസ് മൈ സൗണ്ട്. ഞാനത് വോയിസ് ഓവർ ചെയ്യുമ്പോഴേക്കും നല്ല പനിയും ജലദോഷവും കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അത്തബാസ്ക ഫോൾസിന് എൻട്രി ചെയ്യുന്ന ഭാഗത്തായിട്ട് തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. സോ പാർക്കിങ്ങിനെ പറ്റി വറി ചെയ്യേണ്ട. ആൻഡ് ഇറ്റ്സ് എ ഫ്രീ പാർക്കിംഗ് ഏരിയ. കാനഡയിൽ പൊതുവേ നമ്മൾ ഇതുപോലത്തെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബോർഡ്സ് ഉണ്ടാവും. ഒരു ഹിസ്റ്ററിയും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അത് നല്ല ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി. ക്ലിയർ ആയിട്ടൊരു വാക്കിംഗ് ട്രെയിൽ ഇവിടെ ഉണ്ട്, വിച്ച് ഈസ് ഫെൻസ്. പിന്നെ ഹസാർഡ് ബോർഡ്സും വാർണിംഗ് ബോർഡ്സും ഒക്കെ വെച്ചിട്ടും ഉണ്ട്. ഫോൾസിന് താഴെ ഏകദേശം 14 സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ മിസ്റ്ററി ഫിഷ് എന്ന് വിളിക്കുന്ന ഒരു ഫിഷ് ഉണ്ട്. അത് ഈ ഫോൾസിൻ്റെ മുകളിലാണ്. ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഇത് ഐസായിരുന്നു. അത് മെൽറ്റ് ചെയ്തപ്പോഴാണ് ഇവിടെ ലൈഫ് വന്നത്. പക്ഷേ അതിന് മുകളിൽ ലീവ് ചെയ്യുന്ന ഫിഷ് അവിടെ എങ്ങനെ വന്നു എന്ന് സ്റ്റിൽ അതൊരു മിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് അതിനെ മിസ്റ്ററി ഫിഷ് എന്ന് വിളിക്കുന്നത്. ചരിത്രപരമായും മറ്റു രീതിയിലും ഒരുപാട് പ്രാധാന്യമുള്ളൊരു റിവർ ആയതുകൊണ്ട് അത്തബാസ്ക റിവറിനെ ഒരു ഹെറിറ്റേജ് റിവറായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെയും വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ആ പാറകളിൽ ഇറോഷൻ സംഭവിച്ച് കാനിയൻ ഫോം ചെയ്തിട്ടുണ്ട്. സോ അതും ഭയങ്കര കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്ത ഓരോ നാച്ചുറൽ സ്ട്രക്ചേഴ്സുമാണ് ഇവിടെ ഉള്ളത്. അത് ഇവിടുത്തെ ഗവൺമെൻറ് വളരെ നീറ്റ് ആൻഡ് അതിനെ നല്ല രീതിയിലാണ് കൺസേർവ് ചെയ്ത് വരുന്നത്. സോ ഈ പാറകളുടെ ഇടയിൽ കൂടെയുള്ള ഈ വാക്കിംഗ് ട്രയൽ ഫോളോ ചെയ്താണ് നമ്മൾ അത്തബാസ്ക റിവറിൻ്റെ ഡൗൺ സ്ട്രീമിലേക്ക് എത്തുന്നത്. ഇതൊരു വളരെ നാരോ ആയിട്ടുള്ളൊരു പാസേജ് ആണെങ്കിൽ പോലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു റോക്ക് സ്ട്രക്ചേഴ്സും മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ട്രയലാണിതും.
ട്രയലിൻ്റെ എൻഡിൽ ഇതാണ് അത്തബാസ്ക റിവർ. നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ്. ഇതോടുകൂടി നമ്മുടെ ഡേ 1 ജാസ്പർ കറക്കം തീർത്ത് നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് തിരിച്ചു പോയി. അതിനുശേഷം വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും ഡിന്നറിൻ്റെ പ്രിപ്പറേഷനിലേക്കൊക്കെ വന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്തതും ചപ്പാത്തിയും നമ്മൾ കുറേയൊക്കെ പ്രിപ്പ് ചെയ്തുകൊണ്ടാണ് വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ക്യാമ്പിങ്ങിനെ പറ്റിയുള്ളൊരു ഹോൾ ഡീറ്റെയിൽസ് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. Please do subscribe my channel and thank you for watching.